വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഭീതി പരത്തി. ബുധനാഴ്ച രാത്രിയാണ് ഡിവിഷൻ 16-ലെ ചേപ്പലക്കോട്, തൂമാനം, പട്ടാണിക്കാട് റോഡ് എന്നീ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങിയത്. തൂമാനത്തിനടുത്തിറങ്ങിയ കാട്ടാന ഈച്ചരത്ത് വീട്ടിൽ രമയുടെ 6 വാഴകൾ നശിപ്പിച്ചു. വെള്ളാങ്കണ്ടത്ത് ഗോവിന്ദൻകുട്ടി, ജിജോ പാലത്തിങ്കൽ, സാബു കൊട്ടാരത്തിൽ, പത്മനാഭൻ കക്കൂത്ത്, രത്നാകരൻ കക്കൂത്ത് എന്നിവരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി കാട്ടാന മാവ്, പ്ലാവ് എന്നിവയിൽ നിന്നും ഫലങ്ങൾ ഭക്ഷിക്കുകയും കൊമ്പുകൾ പൊട്ടിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് ഡ്രമ്മുകൾ നശിപ്പിച്ചെന്നും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 3 ആന മേഖലയിലിറങ്ങി വ്യാപകമായി നാശനഷ്ടം വരുത്തുകയാണെന്നും കൃഷിയിടം പരിപാലിക്കുന്ന ഷാജൻ പറഞ്ഞു. മാവിന്റെ കൊമ്പ് ഓടിക്കാൻ ഡ്രമ്മ് ഓടിക്കലും മുകളിലത്തെ ഡ്രമ്മ് കുത്തി പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വന്ന് ഇവിടെ അങ്ങോട്ടാക്കിയിട്ട് പോകും. സോളാർ വെച്ചിട്ട് എന്താ കാര്യം ഉണ്ടായി? സോളാർ ചാർജ് ആക്കിയെന്ന് ചാർജ് എന്താ കാര്യം? അവർ ദിവസം ഇവിടെയാണ്. ഇപ്പം ഇന്നലെ 3 വന്നു. മറ്റേ ദിവസം കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് 4-5 ദിവസമായിട്ട് ഓരോന്നാണ് വന്നായിരുന്നു. ഇന്നലെ 3 വന്നിട്ടുണ്ട്. മിഞ്ഞാന്ന് 3 വന്നു. 2 ദിവസം 3 വരണം. അവരോട് സ്ഥിരം പറഞ്ഞ ആൾക്കാരനാണ്. നശിപ്പിക്കലധികം ഉണ്ടായില്ല. വാഴയും ഇപ്പോൾ വാഴയും തിന്നാറില്ല, തിന്നാനില്ല, ഒക്കെ കാലിയായി. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒന്നും തിന്നാനില്ല. മാങ്ങ മാത്രമുണ്ട്. ഇപ്പോൾ കിട്ടി നശിപ്പിക്കാൻ ഡ്രമ്മ് കുറച്ചില്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ. കാട്ടാനകളെ തടയുന്നതിനുള്ള സോളാർ വേലി ചാർജ് ചെയ്തെങ്കിലും കാട്ടാന വരുന്നത് തടയാൻ കഴിയുന്നില്ലെന്നും ഷാജൻ കുറ്റപ്പെടുത്തി. അതേസമയം കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തുകയും നടന്നു പോവുകയും ചെയ്ത പ്രദേശങ്ങൾ വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് സംഘം സന്ദർശിച്ചു. സോളാർ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പൂർണ്ണമായി ചാർജ് ചെയ്തിട്ടില്ലെന്നും ഇതിന്റെ പരിശോധനകൾ നടന്നുവരികയാണെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് പറഞ്ഞു. കഴിഞ്ഞ 12-ാം തീയതി മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സോളാർ ഫെൻസിംഗ് ചാർജ് ചെയ്തിട്ടുണ്ട്. 5.6 കിലോമീറ്റർ ഭാഗത്ത് 5 ലൈൻ ഫെൻസിംഗ് ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 1.4 കിലോമീറ്റർക്കിടയിലും എനർജറേറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 9.5 വോൾട്ടിലുള്ള വൈദ്യുതിയാണ് ഇതിലൂടെ കടത്തിവിടുന്നത്. വൈദ്യുതി കുറഞ്ഞ മേഖലയിലൂടെ വന്യമൃഗങ്ങൾ കടക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ 4 ദിവസമായി ഫെൻസിംഗ് സംബന്ധിച്ചുള്ള ട്രയൽ റൺ നടന്നുവരികയാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ വന്ന് പരിശോധന നടത്തി ചെറിയ മാറ്റങ്ങൾ നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പൂർത്തീകരിച്ച് അന്തിമ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ സോളാർ ഫെൻസിംഗ് കമ്മീഷൻ ചെയ്യുകയുള്ളൂവെന്നും ഇക്കാര്യം എല്ലാവരെയും അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടാന ഇറങ്ങിയ മേഖലയിൽ രാത്രികാല പരിശോധന ശക്തമാക്കുമെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. VCB ന്യൂസ്, വടക്കാഞ്ചേരി. പ്രീമിയം സ്റ്റീൽ വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്.